നമസ്കാരം, ഞാൻ മരിയ റോസ്. സയൻസ് ഫിക്ഷനുമായി ബന്ധപ്പെട്ടാണ് H.G. വെൽസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വെൽസ് എഴുതിയ ഒരു ഗോത്തിക് ഹൊറർ കഥ പരിചയപ്പെടുത്താം. കഥയുടെ പേര് ദ റെഡ് റൂം. ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ പ്രൊഫസർ CK ആണ് ഈ കഥ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ദ ജയന്റ് ബുക്ക് ഓഫ് ക്ലാസിക് ചില്ലേഴ്സ് എന്ന പുസ്തകത്തിൽ നിന്നായിരുന്നു അത്. എന്താണ് ദ റെഡ് റൂം എന്ന കഥ? ഹൊറർ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അന്ധവിശ്വാസങ്ങളുമായും സൂപ്പർ നാച്ചുറലുമായും ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കാറുള്ളത്. അപ്പോൾ ശാസ്ത്രാവബോധത്തോടെ കഥകൾ എഴുതാറുള്ള വെൽസ് പറയുന്ന കഥ എങ്ങനെയായിരിക്കും? സൂപ്പർ നാച്ചുറൽ പ്രതിഭാസങ്ങളോടുള്ള മനുഷ്യൻ്റെ ഭയത്തെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് ദ റെഡ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. ലൊറൈൻ കാസിൽ എന്ന പുരാതനമായ കൊട്ടാരത്തിൽ പ്രേതബാധയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു മുറിയുണ്ട്. ആ മുറിയിൽ ഒരു രാത്രി താമസിച്ച് എന്താണ് ആ മുറിയുടെ രഹസ്യം എന്ന് കണ്ടെത്താൻ വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ കഥയിലെ നായകൻ. കൊട്ടാരത്തിൽ ഇപ്പോൾ ആൾ താമസമില്ല. വൃദ്ധരായ 3 കെയർടേക്കർമാരാണ് അവിടം കൈകാര്യം ചെയ്യുന്നത്. താക്കോൽ കൊടുക്കുന്ന സമയത്ത് മൂവരും അയാൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് സ്വന്തം തീരുമാനമാണ് എന്ന് ഓർമ്മ വെച്ചോളുക. ആധുനിക യുക്തിവാദികളെപ്പോലെ അവരോട് വാഗ്വാദം നടത്താൻ നായകൻ ശ്രമിക്കുന്നില്ല. അവിടെയുള്ളത് എന്ത് പ്രതിഭാസമാണെങ്കിലും അതിനെ മുൻവിധിയില്ലാതെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നേ അയാൾ കരുതുന്നുള്ളൂ. താക്കോൽ വാങ്ങി മുറിയിലേക്ക് നടക്കുമ്പോൾ തന്നെ 3 കെയർടേക്കർമാരും കൂടി തൻ്റെ മനസ്സിലേക്ക് ഭയത്തിൻ്റെ, അസ്വസ്ഥതയുടെ ചില കണികകൾ പ്രക്ഷേപിച്ചുവെന്ന് അയാൾ കരുതുന്നുണ്ട്. ചുവന്ന മുറിയുടെ മുന്നിലെത്തുമ്പോൾ അയാൾ ഓർമ്മിച്ചു, ഇവിടെ വെച്ചാണ് ഇതിനു മുമ്പ് ഇതേ പരീക്ഷണം നടത്തിയ ഒരു പ്രഭു എന്തോ കണ്ട് ഭയന്നോടി ഹൃദയം നിലച്ച് മരിച്ചത്. പണ്ടെങ്ങോ ഈ മുറിയിൽ മരിച്ച ഒരു പ്രഭുയുടെ പ്രേതമാണത് എന്നും ഒരു കേൾവിയുണ്ട്. വലിയ വലിപ്പമുള്ള മുറി, കൂറ്റൻ ജനാലകൾ, ചുവന്ന ജാലകവരികൾ, ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷം. വെളിച്ചം എല്ലാവിധ ആശങ്കകളെയും അകറ്റും. അയാൾ മുറി നിറയെ മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുന്നു. ഇനി ഏതെങ്കിലും മനുഷ്യരുടെ തന്നെ ഇടപെടലാണ് എങ്കിൽ അയാൾ ഒരു റിവോൾവർ കൂടി കരുതിയിട്ടുണ്ട്. സമയം കടന്നു പോകുന്നു. നിശബ്ദത, ഉദ്വേഗജനകമായ കാത്തിരിപ്പ്. എന്ത് സംഭവിക്കും? ഭയം പതിയെ അരിച്ചു കയറുന്നു. അതാ മെഴുകുതിരികൾ ഓരോന്നായി കെട്ടുപോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? കാറ്റ് വീശുന്നതോ? അതോ? ഭയം മനസ്സിൽ പിടിമുറുക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. അയാൾ മെഴുകുതിരികൾ വീണ്ടും കത്തിക്കാൻ പണിപ്പെട്ടു. ഒടുവിൽ നെരിപ്പോടിലെ അവശേഷിക്കുന്ന തീയും കെട്ടു. സമ്പൂർണമായ ഇരുട്ട് ഭീകരമായ ഭാവനകളെ അധികരിപ്പിക്കുന്നു. മുറിയുടെ വാതിൽ സ്ഥിതി ചെയ്യുന്ന ദിശ പോലും തിരിച്ചറിയാൻ വയ്യ. പുറത്തേക്ക് ഓടാനുള്ള ശ്രമത്തിൽ ഏതോ ഫർണിച്ചറിൽ തട്ടി വീണ് അയാളുടെ ബോധം നഷ്ടപ്പെട്ടു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ കെയർടേക്കർമാർ അന്വേഷിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നോ? ഉവ്. ആരുടെ പ്രേതമാണത്? പ്രഭുവിൻ്റെയോ ഭാര്യയുടേതോ? ആരുടെയുമില്ല. അവിടെ പ്രേതം തന്നെ ഇല്ല. പിന്നെ അവിടെയുള്ളത് ഭയമാണ്. ഭയം. മുറിയിലേക്ക് പോകുമ്പോൾ തന്നെ ഭയം എന്നെ അനുഗമിച്ചിരുന്നു. ആ ഭയം പതിയെ വളർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അതെന്നെ കീഴ്പ്പെടുത്തി. ആ മുറി നിലനിൽക്കുവോളം കാലം ആ ഭയം നിലനിൽക്കും.